പാചകവാതക വിതരണ പ്രതിസന്ധി രൂക്ഷം. കൂടുതൽ ഹോട്ടലുകൾ അടച്ചുപൂട്ടുന്നു. ഉപ്പുതർ പഞ്ചായത്തിൽ ഭക്ഷണം ലഭിക്കാത്ത അവസ്ഥ. ഹോട്ടലുകൾ പൂർണ്ണമായും അടഞ്ഞതാണ് പ്രതിസന്ധിക്കിടയാക്കിയത്. ബേക്കറികളെയും പാചകവാതക ക്ഷാമം പ്രതിസന്ധിയിലാക്കി. ഇതോടെ തൊഴിലാളികൾക്ക് തൊഴിലും നഷ്ടമായി. പാചകവാതകക്ഷാമം ഉപ്പുതറയിലെ ഹോട്ടലുകളെയും പ്രതികൂലമായി ബാധിച്ചു. ഇറാൻ ഇസ്രയേൽ US സംഘർഷത്തെ തുടർന്നാണ് LPGയിൽ പ്രതിസന്ധി ഉണ്ടായി. പ്രധാന നഗരങ്ങളിലെ ഹോട്ടലുകൾ പൂട്ടിയിട്ടും ഗ്രാമങ്ങളിൽ ചോറൊഴിച്ച് മറ്റു ഭക്ഷണ സാധനങ്ങൾ ഉണ്ടായിരുന്നു. ഉപ്പുതറയിൽ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി പ്രൈവറ്റ് ഗ്യാസ് പോലും ലഭിക്കാത്ത അവസ്ഥയുണ്ടായതോടെ ഹോട്ടലുകൾ അടയ്ക്കാൻ നിർബന്ധിതരായി. ഹോട്ടലുകൾ പൂട്ടിയതോടെ ഉപ്പുതറയിൽ നിന്നും ഭക്ഷണം ലഭിക്കാത്ത അവസ്ഥയിലാണ്. കേരളത്തിൽ ഫുഡ് ആൻഡ് സേഫ്റ്റി ആക്ട് നിലവിൽ വന്നതോടെ വിറകടുപ്പുകൾ മാറ്റി പാചകവാതകമാണ് പൂർണ്ണമായും ഉപയോഗിക്കുന്നത്. പാചകവാതകം വലിയ രീതിയിൽ ഉപയോഗിക്കാത്ത ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിഞ്ഞ ദിവസം വരെ പാകം ചെയ്ത് വിതരണം ചെയ്തിരുന്നു. എന്നാൽ ഗ്യാസ് പൂർണ്ണമായും തീർന്നതോടെ ഇതും അവസാനിച്ചു. യുദ്ധം തുടങ്ങി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ഊണ് നിർത്തി. ബിരിയാണി, ചൈനീസ് വിഭവങ്ങൾ ഓർഡറുകൾ അനുസരിച്ച് അപ്പോൾ പാകം ചെയ്ത് നൽകുന്നുണ്ടായിരുന്നു. അതും ഇപ്പോൾ നിർത്തലാക്കി. ഗ്യാസ് ഇല്ലാത്തതിനാൽ കടകൾ തുറക്കുന്നു പോലുമില്ല. ഷോർട്ടേജ് മൂലം നമുക്ക് ഹോട്ടൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതിന് മുമ്പ് നമ്മൾ അത്യാവശ്യം ചോറ് കൊടുത്തുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ ചോറും എല്ലാം നിർത്തി അത്യാവശ്യം ഗ്യാസിൻ്റെ ഇപ്പം ചായ, ചൈനീസ് അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം കുറച്ചിട്ട് അത്യാവശ്യം കുറച്ച് സാധനങ്ങളാണ് കൊടുക്കുന്നത്. അതും 1-2 ദിവസത്തിനുള്ളിൽ അതും മൊത്തത്തിൽ അവസാനിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഗ്യാസ് ഇല്ലാത്ത മൂലം വലിയ ബുദ്ധിമുട്ടാണ്. ഉപ്പുതറയിൽ മികച്ച രീതിയിൽ പ്രവർത്തിച്ചിരുന്ന ബജ്ജിക്കടകളെല്ലാം പൂട്ടി. വീടുകളിൽ നിന്നും ഉണ്ടാക്കിക്കൊണ്ടുവരുന്ന ചെറുകടികൾ മാത്രമാണ് എത്തുന്നത്. എന്നാൽ പാചകവാതകം ഇല്ലാതായതോടെ വീടുകളിൽ ഉണ്ടാക്കുന്നവരും പലരും നിർത്തിവെച്ചിരിക്കുകയാണ്. ഉപ്പുതറയിലെ കേറ്ററിംഗ് സ്ഥാപനങ്ങളെല്ലാം പ്രവർത്തനം നിർത്തിവെച്ചു. പാചകവാതകത്തിന് ലഭ്യതക്കുറവ് ഉണ്ടാവില്ലെന്ന് പറയുമ്പോഴും വലിയ പ്രതിസന്ധിയിലേക്കാണ് ഹോട്ടൽ വ്യവസായം പോകുന്നത്. ഹോട്ടലുകൾ അടച്ചതോടെ 100 കണക്കിന് തൊഴിലാളികൾക്കാണ് തൊഴിൽ നഷ്ടമായിരിക്കുന്നത്. ഇവരുടെ വീടുകളിൽ തീ പുകയാൻ ഇനി വേറെ ഏതെങ്കിലും പണി നോക്കേണ്ട അവസ്ഥയാണ്. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.